ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൽ നിങ്ങളാകെ വൃത്തിക്ക് പഠിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, അത് ലാസ്റ്റ് പറയാം. എന്തായാലും സിമ്പിളാണ്. കാര്യം പറയാം. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ പുതിയ ഫംഗ്ഷൻ കിട്ടിയെന്ന് കരുതാം ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഡെഫിനറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ മനസ്സിലാക്കാനുള്ള വഴി ഇത്രയുള്ള ഒരു ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഉണ്ടാവും. ഇതിനാൽ ലോവർ ലിമിറ്റ് ഇത് അപ്പർ ലിമിറ്റ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ് ഇൻ്റഗ്രലാണ്. ഓക്കെ, ഈ ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് സി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഈ കിട്ടിയ ഫംഗ്ഷനുണ്ടല്ലോ, ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, മൈനസ് എന്നിട്ട് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യാം, കാണിച്ചു തരാം സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ്. ഫസ്റ്റ് എടുത്ത് ഞാൻ ഇൻ്റഗ്രൽ 0 to 1 ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സ് പ്ലസ് 1 ഡി എക്സ് ഉണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റഗ്രൽ എടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ അറിയണം കേട്ടോ, എന്നിട്ട് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്. നിങ്ങളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, താഴെ 0 മുകളിൽ 1. എന്നിട്ട് ആദ്യം ഇതിനകത്ത് 1 അപ്ലൈ ചെയ്യുക, പിന്നെ ഇതിനകത്ത് 0 അപ്ലൈ ചെയ്യുക, കുറയ്ക്കുക. 1 അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, എക്സ് ഉള്ളിടത്തൊക്കെ 1 കൊടുക്കണം. അപ്പോൾ 1 സ്ക്വയർ ബൈ 2 പ്ലസ് 1 മൈനസ് ഈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, 0 സ്ക്വയർ ബൈ 2 പ്ലസ് 0. രണ്ടും ബ്രാക്കറ്റ് കൊടുത്ത് ശരിക്കണം, വളരെ നല്ലതാണ്. ഇനി 1 സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1/2 തന്നെ, പ്ലസ് 1 മൈനസ് 0 അല്ലേ, 1/2 പ്ലസ് 1 3/2. വേറൊരെണ്ണം എടുക്കാം. ഇൻ്റഗ്രൽ 4 to 5 ഇവിടെ ഡെഫിനറ്റ് ഇൻ്റഗ്രലാണ്, ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സാധാ ഇൻ്റഗ്രേഷൻ. ഇ റൈസ് ടു എക്സിൻ്റെത് ഇ റൈസ് ടു എക്സ് പ്ലസ് സി ഞാൻ യൂസ് ചെയ്യേയില്ല. ലോവർ ലിമിറ്റ് 4, അപ്പർ ലിമിറ്റ് 5. ആദ്യം 5 അപ്ലൈ ചെയ്യുക, ഇ റൈസ് ടു 5 മൈനസ് 4 അപ്ലൈ ചെയ്യുക, ഇ റൈസ് ടു 4. കാൽക്കുലേറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്കിതിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇ റൈസ് ടു വേണമെങ്കിൽ ഇ റൈസ് ടു 4 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാമെന്നേ ഉള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഇതാണ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ. സാധാ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് വാല്യൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അത് ഇൻ്റഗ്രൽ 0 to 1 ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. പെട്ടെന്ന് കത്തില്ലായിരിക്കും, പക്ഷേ സിമ്പിളാണ്. ഇത് ടാൻ വേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ, ഇതൊന്ന് കത്തിയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞാൽ ടാൻ വേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തു, ടാൻ വേഴ്സ് എക്സ് കിട്ടി. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. സോ ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ടാൻ വേഴ്സ് 1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ടാൻ വേഴ്സ് 0. അപ്പോൾ ടാൻ വേഴ്സ് 1 കാൽക്കുലേറ്ററിന് കിട്ടും π/4 അല്ലെങ്കിൽ 45 മൈനസ് ടാൻ വേഴ്സ് 0 ഈക്വൽ ടു π/4. ഓക്കെ, ഇതാണ് ഡെഫിനറ്റ് ഇൻ്റഗ്രലും സാധാ ഇൻ്റഗ്രലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ജസ്റ്റ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് ഈ ഡെഫിനറ്റ് ഇൻ്റഗ്രലിലൊക്കെ ഇത് കയറി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കി നോക്ക്, ടാൻ വേഴ്സ് എക്സ് ഇവിടെ ഉണ്ട്, 1/1 പ്ലസ് എക്സ് സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ തന്നെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടാൻ വേഴ്സ് എക്സിന് യു എന്ന് കൊടുക്കുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി യു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കിട്ടിയല്ലോ. ശരി, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിമിറ്റ് നിങ്ങൾ മാറ്റേണ്ടി വരും. അങ്ങനെ വ്യത്യാസമുണ്ട്. ലിമിറ്റ് മാറ്റാതെയും ചെയ്യാം. ഓക്കെ, ലിമിറ്റ് മാറ്റാതെയും ചെയ്യാം. നിങ്ങൾ ഇൻ്റഗ്രേഷനൊക്കെ സാധാ പോലെ ചെയ്തിട്ട് ലാസ്റ്റ് എക്സ് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതിനേക്കാളും നല്ലത് ശരിക്കും ലിമിറ്റ് മാറ്റുകയാണ്. ഓക്കെ, ഞാൻ രണ്ട് രീതിയും കാണിച്ചു തരാം. അപ്പോൾ ടാൻ വേഴ്സ് എക്സിന് ഞാൻ ഇത് യു എന്ന് കൊടുത്തിട്ടുണ്ട്, യു കൊടുത്തു. ഇത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്, ഇത്രയും ഭാഗത്തിന് ഞാൻ ഡി എന്ന് കൊടുത്തു, യു ഡി യു ഉണ്ട്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, അപ്പോൾ യുവിൻ്റെ ഇൻ്റഗ്രൽ യു സ്ക്വയർ ബൈ 2. ഞാൻ അവിടെ നിന്ന് ലിമിറ്റ് എഴുതാത്ത യുവിൻ്റെ ലിമിറ്റ് അല്ല, അത് എക്സിൻ്റെ ലിമിറ്റാണ്, 0 മുതൽ 1 വരെ. യുവിൻ്റെ ലിമിറ്റ് വേണമെങ്കിൽ മാറ്റി എഴുതണമായിരുന്നു. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇൻ്റഗ്രൽ ലിമിറ്റ് എഴുതിയിട്ടില്ല, യു സ്ക്വയർ ബൈ 2. അപ്പോൾ ടാൻ വേഴ്സ് എക്സ്. ഓക്കെ, ഞാൻ യുവിന് ടാൻ വേഴ്സ് എക്സ് തിരിച്ച് കൊടുത്തു, ഹോൾ സ്ക്വയർ ബൈ 2 കൊടുത്തു. ഇനി എനിക്ക് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 0, അപ്പർ ലിമിറ്റ് 1. കാരണം എക്സ് തിരികെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ യുവിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ടാൻ വേഴ്സ് 1/2 അല്ലേ, ടാൻ വേഴ്സ് ഹോൾ സ്ക്വയർ ബൈ 2 അല്ലേ, ആദ്യം സ്ക്വയർ ചെയ്യണം, ബൈ 2 പിന്നെയാണ്, മൈനസ് ലോവർ ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ വേഴ്സ് 0 ഹോൾ സ്ക്വയർ ബൈ 2 അല്ലേ. ടാൻ വേഴ്സ് 1 പറഞ്ഞാൽ കാൽക്കുലേറ്ററിന് കിട്ടും π/4 ആണ്, π/4 ടാൻ 1 ആവുന്നത്, ഹോൾ സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ ടാൻ വേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 സ്ക്വയർ ബൈ 2 അത് 0 ആയി പോകും. π/4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ π സ്ക്വയർ ബൈ 16 ബൈ 2 പിന്നെയുണ്ട് മൈനസ് 0, അപ്പോൾ π സ്ക്വയർ ബൈ 32 വരും. ഇതാണ് ഇങ്ങനെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാതെ ആൻസർ കിട്ടുകയാണെങ്കിൽ. ഇനി ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാം. നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് ഏതൊക്കെയാണ്, എക്സ് 0യും ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1 അല്ലേ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ യു എന്താവും, ടാൻ ഇൻവേഴ്സ് 0 ആവും. അത് എത്രയാണ്, 0 തന്നെയാണ്. എക്സ് 1 ആകുമ്പോൾ യു എന്താവും, ടാൻ ഇൻവേഴ്സ് 1 അല്ലേ. ടാൻ ഇൻവേഴ്സ് 1 എന്താണ്, π/4. നിങ്ങൾ എത്ര ചെയ്യേണ്ടുള്ളൂ, ഇത് ഒരു സൈഡിലൊന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് 0ൻ്റെ സ്ഥാനത്ത് 0 തന്നെ,
1ൻ്റെ സ്ഥാനത്ത് 5/4. അപ്പോൾ ഇവിടെ നിങ്ങൾ മാറ്റി കൊടുക്കുക. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5/4. ഇവിടെ നിങ്ങൾക്ക് യുവിൻ്റെ സ്ഥാനത്ത് 5/4 അപ്ലൈ ചെയ്യാം. 5/4² 2 ഇനി ലോവർ ലിമിറ്റ് 0 അല്ലേ, 0²/2. അപ്പോൾ 5/4² എന്ന് പറഞ്ഞാൽ π²/60/2 -0. അപ്പോൾ അതായത് π²/32. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യുക ചെയ്തത്. ലിമിറ്റ് ചേഞ്ച് ചെയ്യാതെയും ആൻസർ കിട്ടും. ഇതുപോലെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 5x⁴ √x⁵5+1. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചെയ്ത് പരിചയം തന്നെ വേണം. റൂട്ടിനകത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവാണ് ഇതേ പുറത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ റൂട്ടിനകത്തുള്ളതിന് യു എന്ന് കൊടുക്കാം. 5x⁵5+1 യു എന്ന് കൊടുക്കുക. ഡെറിവേറ്റീവ് 5x⁴ dx = du അല്ലേ. അപ്പോൾ ഇനി നോക്കി നോക്ക്, x⁵5+1 എനിക്ക് എന്ത് കൊടുക്കാം, യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ √u. 5x⁴ dx അതിന് ഞാൻ du എന്ന് കൊടുക്കാം. ലിമിറ്റ് കണ്ടോ, എഴുതാൻ പറ്റില്ല. യു ആണെങ്കിൽ ലിമിറ്റ് യുവിൻ്റെ ലിമിറ്റാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് ലിമിറ്റ് മാറ്റുകയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അല്ലാതെ ചെയ്താണത്. അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വന്നു, പിന്നെ എക്സ് മാറ്റിയപ്പോൾ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ലിമിറ്റ് മാറ്റാതെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലിമിറ്റ് ഞാൻ മാറ്റാം. കാരണം എക്സിൻ്റെ ലിമിറ്റുകൾ ഏതൊക്കെ, -1ഉം +1 ആണ്. അപ്പോൾ x = -1 ആകുമ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1⁵5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 തന്നെ. -1 + 1 0. x = 1 ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താ, 1⁵5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 2. സിമ്പിൾ ലിമിറ്റ് അല്ലേ, അതാണ് നല്ലത്. ഓക്കെ, 0 to 2 ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും. ഇനി √u ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. u⁴1/2 ആണ്. പവർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പവർ ഒന്ന് കൂട്ടി എഴുതുക, ഡിവൈഡ് ബൈ സെയിം നമ്പർ അല്ലേ. u⁵3/2/3/2 0 to 2 ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് 0 to 2 കയ്യിലുണ്ട്. ഇനി 2/3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്തേക്ക് എടുക്കാം. 3/2 മുകളിലേക്ക് വന്ന് 2/3 ആയി. ഇനി u⁵3/2 ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണു 0 to. ആദ്യം 2 അപ്ലൈ ചെയ്യാം. അപ്പോൾ 2/3 × 2⁵3/2 -0ന് പവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 0 അല്ലേ വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, 0 കൊടുത്തേക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനെ നന്നാക്കി എഴുതാം. 2⁵3/2 പറഞ്ഞാൽ 2√2 ആയിട്ടൊക്കെ എഴുതാം, നിർബന്ധമില്ല. 2⁵3/2 ആയിട്ട് തന്നെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ലിമിറ്റ് മാറ്റാൻ പഠിക്കുന്നത് നല്ലതാണ്. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ബേസിക് ക്വസ്റ്റ്യൻസാണ് ഞാൻ കാണിച്ചു തന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസൊക്കെ ഇനിയുണ്ട്. സമയമുള്ളവർ ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള 1-2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിൽ കുറച്ചെണ്ണം ഞാൻ കാണിച്ചു തന്നപ്പോൾ tan x-ൻ്റെയൊക്കെ ഇൻ്റഗ്രൽ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയേ ഉള്ളൂ. സാധാ ഇൻ്റഗ്രേഷൻ ചെയ്യുക, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക.